പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് നൽകിയ മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മറ്റൊരാത്മാവും മറ്റൊരു ശക്തിയും മറ്റൊരു നശീകരണ പ്രവൃത്തികളും നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്താതിരിക്കാൻ വേണ്ടി വലിയ തിരിച്ചറിവോടെ ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങളും അവസ്ഥകളും എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ വിമോചിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ പെരിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യക്കാരുടെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊരു കുടുംബമാണ്, ഒരുമിച്ച് നിന്ന് പോരാടുന്ന മക്കളാണ്. അതിനാൽ തന്നെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ ശുശ്രൂഷ അനേക മക്കൾക്ക് നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അനേക മക്കളിലേക്ക് എത്തിച്ച് നമ്മുടെ മക്കളെ ഉയർത്തിപ്പിടിക്കണം. അവർ വിജയിക്കണം, അവരെ താങ്ങണം, അവരെ സംരക്ഷിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ശുശ്രൂഷ. അത് അനേക മാതാപിതാക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളില് ഏറ്റെടുക്കട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് ഇതെല്ലാ ദിവസവും നിങ്ങൾ സാധിക്കുന്ന എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കള് അനേകം പേരെന്നെ വിളിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയില് വേദനിക്കുന്ന കെട്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി, ബന്ധിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി, തകർന്നുപോയ മക്കൾക്ക് വേണ്ടി, ജീവിതം വഴിമുട്ടിപ്പോയ മക്കൾക്ക് വേണ്ടി, കൈവിട്ടുപോയ മക്കൾക്ക് വേണ്ടി ഇവരൊക്കെ തിരിച്ചു പിടിക്കണം. ഇവരൊക്കെ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് വിടുവിച്ച് സ്വതന്ത്രരാക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുന്നു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിട്ടുമാറി പോകട്ടെ. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് സമാധാനത്തിലും സംതൃപ്തിയിലും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ മിഖായേൽ മാലാഖയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ യൗസേപ്പ് പിതാവിന്റെ നേതൃത്വത്തില് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യത്തിലും ആത്മീയമായ പോരാട്ടത്തിലും ആയിരിക്കുന്ന സമയത്ത് നമ്മളിത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ഭോജനപ്രിയം എന്നുള്ള മൂലപാപത്തിന്റെ കൊതി ഈ ഒരു മേഖലയിലാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മക്കൾക്ക് ഭക്ഷണത്തിലൂടെ വലിയൊരു പൈശാചിക ശക്തി കടത്തിക്കൊണ്ട് വരുന്നു. ഭക്ഷണാസക്തി, അതായത് ഭക്ഷണത്തോടുള്ള വലിയ ഭ്രമം. വീട്ടിലെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, അമ്മ വച്ച ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, മറ്റേ പുറത്തുള്ള പല പല ഭക്ഷണങ്ങൾ, പുറത്തുപോയി ഭക്ഷണം കഴിക്കാം, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തോടുള്ള ആസക്തി. ഇന്ന് അനേക മക്കളെ അതിന്റെ പിന്നാലെ ഇതിന്റെ പിന്നാലെ, ഇന്ന് റീലെടുത്ത് നോക്കിയാൽ മതി, റീലുകൾ, ഭക്ഷണം, ആ ഭക്ഷണം, ഈ ഭക്ഷണം. ഇപ്പൊ നമുക്ക് കുറെ ചാനലുകളുണ്ട്, ഭക്ഷണത്തിന് കുക്കിംഗ് ചാനലുകൾ, ഭക്ഷണത്തിൽ വെറൈറ്റി, ഭക്ഷണത്തിന് പ്രത്യേകത. അതോടൊപ്പം തന്നെ ഹലാല് ഭക്ഷണം ഒരു വശീകരണ ശക്തി പോലെ. എന്താ പറയാ, നമ്മൾ പറയില്ലേ, നമുക്ക് അച്ഛന് ഹലാലിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഊതിയും തുപ്പിയും പല ആത്മാക്കളെ കയറ്റി പൈശാചിക അതെന്താന്നുള്ളത് നമുക്കറിയാം. ഒരു പ്രത്യേക ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് ആ ശക്തി ആവാഹിപ്പിച്ചുകൊണ്ട് അവർ തന്നെ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ അല്ലെങ്കിൽ വലിയൊരു പ്രവൃത്തി, അതിലൂടെ കയറ്റിപ്പറ്റുന്ന പൈശാചിക ശക്തികൾ. ഞാന് മിക്കവാറും പറയാറുണ്ട്, നമ്മുടെ മക്കള് ഈ ഹലാല് ഭക്ഷണം എപ്പ നിർത്തണോ അപ്പോ കുറെ വെളിവും പ്രകാശവും വരും. ഇതിലൂടെ നാശത്തിലേക്ക്, തിന്മയിലേക്ക്, പല പല പാപങ്ങളിലേക്ക്, പല പല വശീകരണങ്ങളിലേക്ക് പോലും നയിക്കുന്ന ശക്തി ഈ തിന്മയുടെ പൈശാചിക ശക്തികളിലൂടെ ഈ ഭക്ഷണത്തിലൂടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അച്ഛനെ കുറിച്ച് പറയേണ്ട ഹലാൽ എന്തെന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ പഠിപ്പിക്കലുകളും വലിയ തിരിച്ചറിവുകളും ഈ കാലഘട്ടത്തില് മാധ്യമങ്ങളിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കും മക്കളെ. ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് മറ്റുള്ള ഭക്ഷണം വേണ്ട, അതിലേക്ക് പോണു. കുഴിമന്തി, അൽഫാം, പിന്നെ ഷവർമ്മ. ഈ ഷവർമ്മ എന്നൊരു സാധനം ഒത്തിരിയേറെ മക്കളെ എന്താ പറയാ, ഫുഡ് പോയിസൺ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് വലിയ കാര്യമായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാ. ആ കൊച്ചിന്റെ ജീവിതത്തില് അടിഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെ 2-3 ദിവസം പഴക്കമുള്ള ഭക്ഷണം, മയോണൈസോ, ഇതൊക്കെയാണ് അതിന്റെ ഫുഡ് പോയിസൺ. പലരും മരിച്ചു പോകാൻ വരെ ഇടയെന്ന് പറഞ്ഞ ഈ ഷവർമ്മ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ അവനെ ഭക്ഷണത്തോടുള്ള ആസക്തി, അതുമായിട്ട് ബന്ധപ്പെട്ട ടേസ്റ്റ്, ആ ടേസ്റ്റ്, ഈ ടേസ്റ്റ്, ആത്മീയമായ വശീകരണം, ഇതെല്ലാം കൊണ്ട് ഭക്ഷണ മേഖലയിൽ ഇന്ന് വലിയൊരു പൈശാചികത കയറി പറ്റിയിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് ശ്രീലങ്കയില് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിപ്പോ അവിടെ റെയ്ഡ് എടുത്തിപ്പോ ഹോട്ടലില് ഭക്ഷണത്തോട് ചേർത്ത് കൊടുക്കാൻ, മക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്ന് ഭക്ഷണത്തിൽ കൂടെ ചേർത്ത് കൊടുക്കുന്ന ചില ഹോട്ടലുകളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പൊ ഇവിടെ വരെ ഈ ഭക്ഷണത്തോട് ഭയങ്കര ആർത്തി, ഭയങ്കര കൊതി, ഭയങ്കര വശീകരണം പോലെ ഈ ആത്മീയമായ മേഖലയിൽ ഒരു ശക്തി ഇന്ന് ഈ ഭക്ഷണ മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച ഭക്ഷണത്തിന് എന്ത് ടേസ്റ്റ് ആയിരുന്നു. എന്നാ ടേസ്റ്റ് പോലും എടുത്തു മാറ്റിക്കൊണ്ട് പുറത്തെ ഭക്ഷണം മതി, അത് ഇത് പറയണ്ട, നിനക്കറിയാലോ. ഇതൊന്നും മക്കളെ, ഇതൊരു ആത്മാവാ, ഇതൊരു പൈശാചിക ശക്തിയാ. അതിനെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. നമ്മുടെ അമ്മ വെച്ച ഭക്ഷണത്തിൽ ടേസ്റ്റ് ഇല്ലാണ്ട് പോകുന്നുണ്ടോ ഓർത്തോളണം. ഏതോ ഒരു പൈശാചിക ശക്തി ഈ വശീകരണത്തിൽ, ഈ കൊതിയിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആത്മാക്കളിൽ നിറച്ച് നമ്മുടെ മക്കളെ വഴിപിഴപ്പിച്ചു കൊണ്ടുപോവാ. അത് മറ്റെല്ലാ തിന്മകളിലേക്കും, ഡ്രഗിലേക്കും, മദ്യത്തിലേക്കും, തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്കും, മറ്റ് പൈശാചികമായ പ്രവൃത്തികളിലേക്കും നമ്മുടെ മക്കളെ നയിക്കാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിലൂടെ കയറി പറ്റിയ പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഇന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് യഥാർത്ഥമായ ഭക്ഷണം, കർത്താവിന്റെ ആ വലിയ കാരുണ്യം, വിശുദ്ധ കുർബാനയും, അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മ വച്ച വീട്ടിലെ ഭക്ഷണവും ഒക്കെ നമുക്ക് ടേസ്റ്റായിട്ടും ആസ്വദിച്ചും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ സാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, മിതത്വത്തിന്റെ വലിയൊരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ മേഖലയിൽ ഈ വശീകരണ ശക്തി നിറച്ച് മനുഷ്യ മക്കളെ കൊതിയിലൂടെ നശിപ്പിക്കുന്ന മൂലപാപത്തിന്റെ പൈശാചിക ശക്തികളെ ബന്ധിച്ചുകൊണ്ട് ഒരു വലിയൊരു വിമോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് മക്കൾ മാത്രമല്ല, നമ്മളും നമ്മുടെ പല മേഖലകളും പെട്ടുപോയിരിക്കുന്ന മേഖലയാണ്. നമുക്കൊരു ഡെലിവറൻസിന് വേണ്ടി, വിടുതലിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ വെച്ചാൽ നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കത്തില്ല. മറ്റു ജലങ്ങളൊക്കെ ദാഹത്തിലേക്ക് നയിക്കും. കർത്താവെ, ഇന്ന് കൊതിമൂത്ത് ഭോജനപ്രിയത്തില് ഞങ്ങളും ഞങ്ങളുടെ മക്കളും കർത്താവെ പലപ്പോഴും യഥാർത്ഥമായ രുചിയിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, മൂലപാപത്തിന്റെ കൊതി, ഭോജനപ്രിയം എന്നുള്ള ആത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്നേ ദിനത്തില് അങ്ങയുടെ മക്കൾക്ക് വലിയ വിടുതൽ നൽകണമേ ഈശോയെ. പണ്ടൊക്കെ അമ്മ വച്ച ഭക്ഷണത്തിന് വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് മക്കള് ഓടി വീട്ടിൽ വരും, അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ, വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ. നരുന്ന് കർത്താവേ, അമ്മയുടെ ഭക്ഷണത്തിൽ നിന്ന്, വീട്ടിലെ ഭക്ഷണത്തിൽ നിന്ന് ഓടി അകന്നുകൊണ്ട് ഈ ലൗകികമായ ഭൗതികമായ പല പല രുചിക്ക് വേണ്ടി ഭക്ഷണങ്ങൾ മാറിക്കടിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട വശീകരണ ശക്തിയാൽ നിറയപ്പെട്ട ഹലാല് ഭക്ഷണത്തിലേക്കൊക്കെ ഓടിപ്പോകുന്ന മക്കൾ ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേണ്ടാത്ത വശീകരണങ്ങളിൽപ്പെട്ട് അത് പല പാപത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഇന്ന് ഭക്ഷണത്തിലൂടെ കയറിപ്പറ്റിയിരിക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, വശീകരണ യന്ത്രങ്ങളെ യേശുവേ അങ്ങയുടെ നാമത്തില് ബന്ധിച്ച് നിർവീര്യമാക്കി യഥാർത്ഥമായ രുചിയിലേക്ക്, ഭക്ഷണത്തിന്റെ ആ ഒരു ചൈതന്യത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. കുടുംബത്തെ സ്നേഹിച്ച് ഭക്ഷണത്തെ അതിൻ്റെതായ ചൈതന്യത്തോടെ കണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷിച്ച് സ്നേഹം പങ്കുവെച്ച് കുടുംബത്തിലായിരിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കൊതിയുടെയും ഭോജനപ്രിയത്തിന്റെയും അതുമായിട്ട് രുചി നോക്കിക്കൊണ്ട് ഭക്ഷണത്തിന്റെ പിന്നാലെ എന്ന പോലെ, തിന്നാൻ വേണ്ടി മാത്രം എന്ന പോലെ ഓടി നടക്കുന്ന എല്ലാ മേഖലകളും, അടിമത്തങ്ങളും ബന്ധനങ്ങളും അതിലേക്ക് നയിക്കുന്ന എല്ലാ ദുരാത്മ ദുർഭൂത പൈശാചിക ശക്തികളെയും നിർവീര്യമാക്കി കർത്താവേ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളും പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു വലിയ വിമോചനത്തിനായി. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ നെറ്റിയില് സംരക്ഷണത്തിനായിട്ട് വിശുദ്ധ കുരിശിനാല് മുദ്ര വയ്ക്കാം. ഒപ്പം ആത്മന നമ്മുടെ മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവരുടെ നെറ്റിയിലും കുരിശുകൾ വരച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന് നമുക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും പ്രതിഷ്ഠിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മെ നമ്മുടെ മക്കളെയും ഭോജനപ്രിയത്തിന്റെയും കൊതിയുടെയും ഭക്ഷണാസക്തിയുടെയും അരൂപിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ മിതത്വത്തിലും ആ സ്നേഹത്തിലും ഐക്യത്തിലും ഭക്ഷണത്തിന്റെ പരിശുദ്ധിയിലും ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണത്തിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ചുകൊണ്ട്
നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും എല്ലാ വശീകരണ യന്ത്രങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഹലാലിന്റെ ശക്തികളെ, വശീകരണ യന്ത്രങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഇവയൊന്നും ഞങ്ങളുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ശരീരത്തിൽ കൊതിയും ഭക്ഷണാസക്തിയും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഇവരുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിമേൽ ഈ മക്കൾ കർത്താവേ അങ്ങയുടെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തം ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം സഹായം ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധത്തിൽ നിന്നും മോചിതരായി കൊതിയുടെയും ഭക്ഷണാസക്തിയുടെയും ആർത്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ കൂട്ടായ്മയിൽ ഈ മക്കൾ ഒരുമിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ആസക്തിയുടെയും കൊതിയുടെയും വശീകരണത്തിന്റെയും എല്ലാ അടിമത്തുനിന്ന് മോചിപ്പിച്ച് യഥാർത്ഥമായ രുചി അറിഞ്ഞ് ഭക്ഷണത്തിന്റെ ചൈതന്യത്തില് സ്നേഹത്തിൽ കുടുംബത്തോട് ചേർന്നായിരിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. തെറ്റായ വശീകരണങ്ങളിലേക്ക് പോയി ഭക്ഷണാസക്തിയില് ഭോജനപ്രിയത്തില് കൊതി പിടിച്ച് നടക്കാതെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് ശരീരത്തിനു വേണ്ടി യഥാർത്ഥമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുവാൻ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവികാനുസന്നതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾക്കായി നമ്മുടെ കുടുംബത്തിനായി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ തിരുശരീരത്തെ ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ശക്തിയാൽ എല്ലാ ഭോജനത്തിന്റെ പ്രിയവും എല്ലാ കൊതിയും അകറ്റി ഞങ്ങളുടെ മക്കളെ യഥാർത്ഥമായ സംതൃപ്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾക്കായി കർത്താവിന്റെ കരുണയുടെ ആശീർവാദം ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ അപ്പമായ ഈശോയെ യഥാർത്ഥമായ സംതൃപ്തി നൽകി യഥാർത്ഥമായ ഭക്ഷണത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ആമേൻ.